ഹലോ ഗൈസ്, വീണ്ടും ഒരു ഓണപരിപാടിയിലേക്ക് സ്വാഗതം. ഓണം കഴിഞ്ഞ് കുറേ ആയിക്കണമെങ്കിലും നിങ്ങൾ ഓണപരിപാടി ഒന്നും തീർന്നില്ലേന്നേക്കാളും ഇവിടെ തീരലില്ല ഗൈസ്. ഇവിടെ ഡിസംബർ വരെ ഓണപരിപാടി തന്നെയാണ്. നമുക്ക് നാട്ടിലത്തെ പോലെ കല്യാണവും സൽക്കാരും അങ്ങനെ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ ആഘോഷങ്ങളൊക്കെ ഉണ്ട് നല്ലോണം ആഘോഷിക്കും. അതൊക്കെയാണ് നമ്മളൊരു എൻജോയ്മെന്റ് ഇവിടെ. എന്തായാലും ഇപ്രാവശ്യം നമ്മളെ റൂമിലാണ് നമ്മൾ ഓണം സെറ്റാക്കുന്നത്. ഇതാണ് നമ്മളെ റൂമിലെ കാരണവന്മാര്, സുബൈർക്കും രത്നേട്ടനൊക്കെ. ഇവരൊക്കെ നമ്മളിലാറ് ആവേശത്തിലാണ്. ഓണപരിപാടിക്ക് കുക്ക് ചെയ്യാൻ ഇവരൊക്കെയാണ് മുന്നില്. രത്നേട്ടനാണ് നമ്മളെ മെയിൻ ഷെഫ്. രത്നേട്ടനൊക്കെ പറ്റി പറയാനാണെങ്കിൽ കുറെ പറയണ്ട, അതുകൊണ്ട് നമ്മളിപ്പോ പറയണില്ല. ഷിയാബുക്ക് എന്തായാലും മൈക്ക് എടുത്തുകൊണ്ട് രത്നേട്ടനോട് എന്തൊക്കെ ചോദിക്കണ്ട്, നമുക്ക് അത് കേൾക്കാം. എന്തായാലും പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടിയിട്ട് വേവിപ്പിച്ചെടുക്കും. വേവിപ്പിച്ചെടുത്തിട്ട് ഒരു മഞ്ഞ കളർ വരും. ഏതേ ഈ കുമ്പളത്തിന്റെ കളർ ഒരു മഞ്ഞ കളർ വരുന്നത് വറ്റി കഴിഞ്ഞാൽ ഇത് അവിടെ എടുത്തു വെക്കും. ഇതില് പുറത്തെടുത്ത് വെച്ച് തണിഞ്ഞ ശേഷം തൈരും കടുക് പൊട്ടിച്ചിട്ട് മിക്സിയിൽ കുറച്ച് അങ്ങനെ രണ്ട് പൊളപ്പാക്കിയിട്ട് അത് കിട്ടിയിട്ട് അത് ഇളക്കി കഴിഞ്ഞാൽ അന്നേരം ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കുന്നെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കുന്നെങ്കിൽ നാളെ കഴിക്കും. പുളിപ്പ് വരും, നല്ല സൂപ്പറായിരിക്കും. പാരമ്പര്യമായിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിൽ വെക്കുന്നത് ചേനയും കടലയും പച്ച നേന്ത്രക്കായില്ലേ അതും കൂടിയിട്ട് ഇതാക്കിയിട്ട് ഇത് വെന്ത ശേഷം ഇതിന് തേങ്ങ വറുത്താരച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് കൂട്ടുകറി ഇട്ടു. മനസ്സിലായോ? ബാക്കിയെല്ലാം നമുക്ക് ബാക്കി നാളെ എല്ലാം അഭിപ്രായം ഇയാള് സുബൈർക്ക മുറിച്ച് വെച്ചതാണ്. സൈസ് ചെറുതായി പോയിന്, അത് സാരമില്ല, കുഴപ്പമില്ല. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി സാമ്പാറും പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കി വെക്കും നാളെ. ഓക്കെ, പച്ചക്കായ ഉണ്ട്, ചേനയുണ്ട്, പിന്നെ വടതലങ്ങളുണ്ട്, എല്ലാതും പച്ചമുളക് എല്ലാം ഇയാൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ സമയത്തും ഇതിനുള്ളിലാണ് വെണ്ടയും തക്കാളിയും ഇതെല്ലാം വാട്ടിയിട്ട് ലാസ്റ്റ് ഇടും. മുരിങ്ങ എല്ലാം അടിപൊളിയായി. നമുക്കിനി കൂട്ടുകറിക്ക് ഇത് അവിയലിന് വേണ്ടിയ സാധനമാണ്. ഇത് അവിയല് ഫുള്ള് കട്ടാക്കി വെച്ചതാ. ഇത് അവിയലിന് എന്തൊക്കെ സംഭവത്തിലുള്ളത്? മുരിങ്ങക്ക, വെള്ളരി, ക്യാരറ്റ്, പഴം, പച്ചപ്പഴല്ലേ, പച്ചക്കറി, കുറച്ച് പച്ചക്കറികള്, സാധനങ്ങളും ഇത്ര മതിയോ? ഇതില് തേങ്ങ ചതുക്കിയിട്ട് ഇടണം. ഇത് നാളെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിന്റെ അഭിപ്രായം നാളെ പറയാം. ഓക്കെ, മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാസികള് കഷ്ടപ്പെട്ട് നമ്മളൊരു 21 പേര് ഭക്ഷണം നാളെ കഴിക്കും. ഇല കാണിച്ചു കൊടുക്കും, വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നാളെ അടിച്ചു പൊളിക്കാം, നാളെ കാണാൻ പറ്റേ. പിന്നെ നമ്മള് എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇങ്ങനെ വെജിറ്റേറിയൻ ഉണ്ടാക്കിയ ശീലമില്ല. അത് നമ്മള് നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കി നമുക്ക് പരിചയമുള്ളൂ. അപ്പൊ അത് നിങ്ങളൊരു ഉപകാരമായി. നിങ്ങൾ ഒരുപാട് കാര്യം പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇത് നമ്മളെ രത്നേട്ടനാണ്. പ്രത്യേകിച്ച് നിങ്ങള് കോഴിക്കോട്ടുകാരനാണ്. അപ്പോ ഭക്ഷണത്തിന്റെ കാര്യം തലശ്ശേരിയും കണ്ണൂരിന്റെയും സെന്ററിലാണ് നമ്മൾ നാദാപുരത്താണ്. നാദാപുരത്തല്ലേ ഹോട്ടലുകളുടെ കലവറകളാണ് ദുബായിലുള്ള ഫുൾ ഹോട്ടലുകൾ. ഓക്കെ, ഇതൊക്കെ എങ്ങനെ പഠിച്ചു? രത്നാകരൻ എല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റ്. നമുക്ക് നാളെ രാവിലെ ബാക്കിയെല്ലാം നാളെ പറയാം. ഇന്ന് എല്ലാവരും കിടന്നുറങ്ങുക. ഇത് ഇത്രയും നിങ്ങൾ സഹായിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്റെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലും. അപ്പൊ നമ്മള് ജസ്റ്റ് ഇന്ന് എല്ലാ സാധനങ്ങളും നാളേക്കുള്ളത് പ്രിപ്പയർ ചെയ്ത് വെച്ചെന്നുള്ളൂ. ഇനി ഉണ്ടാക്കലൊക്കെ നാളെയാണ്. പിന്നെ ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കേണ്ടി പച്ചടി നമ്മള് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കണം എന്നാണ് നമ്മളെ നമ്പൂരി പറഞ്ഞത്. അതുകൊണ്ട് നമ്മള് ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ച്. പിന്നെന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയില്ലേ? സാമ്പാർ കഷ്ണമായി, അവിയലിനുള്ളതായി, ബാക്കി ഉള്ളി, തക്കാളി,
കൂട്ടുകാർക്കുള്ളത് ആ മട്ടത്തില് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടല്ല. ഉണ്ടാക്കണ്ട അപ്പോഴും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അത് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഇത് നാളേക്ക് ഇത് കഴിച്ചാൽ മിയാമിയ നിങ്ങൾ ടീമിന്റെ നമ്മളെ ടീം 5 ആള് 6 ആളൊക്കെ ടീമുണ്ട്. സുബൈറിന്റെ ടീം ബാബു, റോമി, ജമീല്, അജീർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ടീമില് ഉഷാറായിരിക്കും. ഞങ്ങള് വേറെ നമ്മളെ ടീം സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ടീം അല്ല, ഞങ്ങൾ ടാസ്ക് എന്താണ് പായസം ഉണ്ടാക്കുക. ഇയാള് വെറും വർത്താനുള്ളൂ ഗൈസ്. ഇയാൾക്ക് ആകെ നെയ്ച്ചോറും കോഴിയും ഉണ്ടാക്കാൻ സംഭവം ശരിയാണ്. നമുക്ക് വെജിറ്റേറിയൻ ഐറ്റം നെയ്ച്ചോറും കോഴിയും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ ഷിയാബ് ഉഷാറാണ്. വെജിറ്റേറിയൻ കിങ് നമ്മളിപ്പോ രത്നാകരന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അത് പഠിച്ചിട്ട് നമുക്ക് എന്തായാലും ഞാൻ അധികം വർത്താനം പറഞ്ഞാണ്ട് നേരെ വൈകാണ്. നമുക്ക് ഇപ്പൊ പോയിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കാം. ഇവിടെ പ്രശ്നം ഗൈസ് ഇവിടെ ഒരു 140 കിലോ ഉള്ള തിന്നാന്നുള്ളൊരു മോട്ടീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തത് കൺക്ലൂഡ് ചെയ്ത് നാളെ രാവിലെ ഒരു 6 മണിക്ക് നിങ്ങൾ എണീക്കും. ഞങ്ങൾ 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം. രാവിലെ ഞാൻ എന്റെ സ്പീക്കറിൽ പാട്ട് വെക്കും. കൗസല്യ സുപ്രധാന രാമപൂർവ്വ പാട്ട് വെക്കും. ഞാൻ കാട്ടും. ഞാനും എല്ലാ ലൈറ്റ് ഇടും. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തിന്നാൻ. അപ്പൊ കഴിച്ച് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് റാപ്പ് ചെയ്ത് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഇനി നാളെ നോക്കാം എന്തായാലും. ഗൈസ്, ഇന്നലെ രാത്രി 2:30 വരെ നമ്മൾ ഓണത്തിന് പ്രശ്നമൊക്കെ ചെയ്ത് കിടന്നുറങ്ങാൻ പോയതാണ്. നല്ല പനിയും ജലദോഷം കണ്ടുകൊണ്ട് ഒരു പെനഡോളാണ് കുടിച്ച് കിടന്ന് ഓർമ്മയുള്ളൂ. ഇപ്പോൾ ഏകദേശം 9:30 നമുക്ക് പോയൊക്കെ നമ്മളെ ഓണത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായി എന്നുള്ള ഏകദേശം എല്ലാം അയക്കണ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു പണിയെടുക്കാതെ ഫോണിൽ കളിച്ചിരിക്കണ ആളുകളൊക്കെ ഉണ്ട്. എന്റെ പണിയെടുക്കലാന്ന് പറഞ്ഞ നീ 10 മണിക്ക് എഴുതിട്ട് പണിയെടുക്കലാന്ന് പറഞ്ഞ നടപടിയാവില്ല. ഞങ്ങളിവിടെ നേരത്തെ കാലത്ത് എഴുതിട്ടില്ലേ? പനിയായിട്ടല്ലേ അളിയാ, പനിയല്ലേ, രോഗം. ഈ മനുഷ്യനൊക്കെ ഇത് സുബൈർ രാവിലെ 5 മണിക്ക് തുടങ്ങി ആത്മാർത്ഥത. ഇത് നമ്മളെ ബാബുവേട്ടൻ ഫുൾ വൈബിലാണ്. പായസത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം സെറ്റാക്കിയാണ്. തേങ്ങാക്കൊത്തിൽ വറുക്കുണ്ട്. സുബൈർ അന്നും ഇന്നും എന്നും ഷിയാബുക്ക വൻ പണിയിലാണ്. എന്തൊക്കെ ഇന്ന് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ, സ്പെഷ്യൽ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് പായസത്തിന്റെ പണികളൊക്കെ തുടങ്ങി. ഈ പായസം അയക്കുന്നതാണ് നമ്മളെ അച്ചായ. മൂപ്പരിപ്പോ നമ്മളെ റൂമിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു പരിപാടിയാണെന്ന് പറഞ്ഞപ്പോ മൂപ്പര് വന്നതാണ്. ആളടിപൊളിയാണ്. എന്തായാലും പായസമൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട്. നമ്മള് ഇവിടെ ഇങ്ങനെയൊക്കെ പരിപാടി നടക്കുമ്പോ കിടന്നുറങ്ങണ ഒരുത്തുണ്ട്. അവനെ എണീപ്പിച്ച് കൊണ്ടുവരാൻ പോവാണ് നമ്മള്. ഇങ്ങനെ ഉടായ്പ് ചങ്സ് നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യട്ടോ. എന്തായാലും അവനെ എണീപ്പിച്ച് നമ്മള് ആക്റ്റീവ് ആക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്
എല്ലാ സാധനങ്ങളും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം ഒന്ന് സെറ്റാക്കി കുളിച്ച് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കണം. അങ്ങനെ അവസാനമായിട്ടായ പായസത്തിൻ്റെ മിനുക്ക് പണികളും കൂടി തീർന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് കുളിയും അതേപോലെ റൂം ക്ലീനിങ്ങും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിലേക്ക് കടക്കാം. കുറേ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 തരം പായസവും പപ്പടവും അതേപോലെ ക്യാബേജ് തോരനും ഒരുപാട് ഐറ്റംസ്. നമ്മൾ എത്രയൊന്നും നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും എല്ലാവരും കൂടി ചേർന്നപ്പോഴേ അത് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി. അവിയലൊക്കെ നല്ല അടിപൊളിയാണ്, കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. ഓരോ ഐറ്റംസ് ഒക്കെ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണാണ്. 10-15 ഐറ്റംസ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ റൂമും ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ട് അതിൻ്റെ പണികളാണ് തുടങ്ങി. റൂമൊക്കെ നീറ്റാക്കി എടുത്തു. കുറേ പേര് താമസിക്കുന്ന റൂമായതുകൊണ്ട് തന്നെ ആകെ അലങ്കോലാണ്. പിന്നെ എല്ലാവരും ഒത്തുപിടിച്ചാൽ അധികം സമയവും വേണ്ട. അങ്ങനെ എല്ലാവരും പാടെ ഒത്തുപിടിച്ച് അതുകൊണ്ട് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം പാട്ടിൻ്റെ തുള്ളാണ്. അങ്ങനെ പാട്ടിൻ്റെ തുള്ളൽ തുടങ്ങി ഞങ്ങൾ. നാല് കൊല്ലമായി ഏകദേശം പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. എന്തായാലും നല്ല അടിപൊളിയായി. തുള്ളലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിലേക്കുള്ള പരിപാടി നോക്കി തുടങ്ങി. ഒരുപാട് ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് വിളമ്പി സെറ്റാക്കലൊരു ടാസ്ക്കാണ്. പിന്നെ ഇത് നമ്മൾ വിളമ്പണ പോലെ ഒന്നും അല്ലല്ലോ. ശരിക്കും ഇതിനൊരു ഓർഡറൊക്കെ ഉണ്ട്. അതറിയണ കാരണന്മാരാണ് വിളമ്പുന്നത്. ഉപ്പിൽ തുടങ്ങി പിന്നെ നെയ്യും പരിപ്പും അങ്ങനെ എന്തിലൊക്കെയാണ് അവസാനിക്കണത്. എന്തായാലും അവരതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ വിളമ്പുന്നുണ്ട്. കുറേ സദ്യകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ശരിക്കും 3 പ്രാവശ്യമൊക്കെ ആയിട്ടാണല്ലോ ഇത് കഴിക്കുക. ഫസ്റ്റ് ഒരു സാമ്പാർ കൂട്ടിയിട്ടൊരു ചോറ്, പിന്നെ അതിനുശേഷം പരിപ്പും നെയ്യും, പിന്നെ അതിനുശേഷം മാമ്പഴ പുളിശ്ശേരി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അങ്ങനെയാണെന്ന് എൻ്റെ ഒരു ധാരണ. പപ്പടം അടിയില് പപ്പടം
അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷൂട്ടിന് ഇറങ്ങി. അത് പിന്നെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ചെക്കന്മാർ അവിടെ ബാക്കിയുള്ള പായസം കൂടി അകത്താക്കാൻ വേണ്ടി കണ്ടേ ശരീരം ക്ഷീണിപ്പിക്കാൻ പുള്ളപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും അങ്ങനെ നമ്മളെ ഈ ഓണപ്പരിപാടി അവസാനിച്ചു. നോട്ട് ദ പോയിന്റ്, ഈ ഓണപ്പരിപാടി ഞങ്ങളെ ദുബായ്ക്കാരെ ഓണപ്പരിപാടി ഇതിന്മേലൊന്നും കഴിയുന്നില്ല. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.